എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മമ്മൂട്ടി നായകനായിട്ടുള്ള ടർബോ സിനിമയുടെ റിവ്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും എംഎച്ച് വ്ളോഗ്സ് 47ൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ടർബോ നമുക്കറിയാം, ഇതൊരു മമ്മൂട്ടി സിനിമയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തേക്കുന്നത് വൈശാഖാണ്. ഒപ്പം ഇതിലെ നായകൻ പിന്നെ പറയണ്ടല്ലോ, മമ്മൂക്കയാണ്. നായിക അഞ്ജന ജയപ്രകാശാണ്. ഇതിലെ വില്ലൻ കഥാപാത്രം ചെയ്തേക്കുന്നത് രാജ്ബി ഷെട്ടിയാണ്. സിനിമ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ്. അപ്പോൾ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ, കുറേ നാളുകൾക്ക് ശേഷമുള്ള മമ്മൂക്കയുടെ നല്ലൊരു കിടിലൻ ഇടിപ്പടം എന്നാണ് പറയാൻ പറ്റും. തിയേറ്ററിൽ നല്ല രീതിക്ക് അടിച്ച് പൊളിച്ച് കാണാൻ പറ്റിയ ഒരു കിടിലൻ സിനിമ എന്ന് നമുക്ക് ടർബോയിൽ പറയാം. ടർബോ ജോസ് എന്നാണ് ഇതിൽ മമ്മൂക്കയുടെ കഥാപാത്രത്തിൻ്റെ പേര്. രാജ്ബി ഷെട്ടി ആയാലും നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മമ്മൂക്കനെ സംബന്ധിച്ച് എനിക്ക് പുള്ളിക്ക് ഇത്ര വയസ്സായെന്നൊന്നും സങ്കല്പിക്കാൻ കൂടെ പറ്റില്ല. അത്രത്തോളം മമ്മൂക്ക് ഇതിൽ ഗംഭീരമാക്കിയിട്ടുണ്ടെന്ന് പറയാം. ഫൈറ്റ് ആണെന്നുണ്ടെങ്കിലോ ഒക്കെ എന്തൊരു എനർജി ആണെന്നറിയാം. സത്യം പറഞ്ഞാൽ ഏകദേശം 4-5 ഫൈറ്റുകൾ ഈ സിനിമയിലുണ്ട്. എവിടെ പോലും നമുക്ക് മമ്മൂക്കയുടെ ഒരു പ്രായത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കുന്ന സീനുകളൊന്നുമില്ല. ഒക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് മമ്മൂക്ക. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൽ പാട്ടുകൾ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. മ്യൂസിക് നല്ല ഗംഭീരമായിട്ടുണ്ട്. ഫൈറ്റിന് പറ്റിയ മ്യൂസിക്കുകളാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. എന്താ പറയുക, മൊത്തത്തിൽ പറയാൻ നമുക്കൊരു കിടിലൻ ഇടിപ്പടം കണ്ടിറങ്ങാൻ പറ്റും നമുക്ക് തിയേറ്ററിൽ. ഇതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സിനിമ അവസാനിക്കുന്നത് ഭയങ്കര രസമായിട്ടാണ്. ഈ സിനിമയുടെ ഒരു 2ാം ഭാഗം ഉണ്ട് എന്നുള്ളതാണ് അതിനൊരു സത്യാവസ്ഥ. സ്രാവ് മാത്രമേ പോയിട്ടുള്ളൂ, തിമിംഗലം ഇനി വരാനുണ്ട് എന്നൊരു ശബ്ദത്തോടു കൂടെ, ഒരു തമിഴിലാണ്, നടൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ ഒരു ശബ്ദത്തോടു കൂടെയാണ് സിനിമ അവസാനിക്കുന്നത്. അത് നമ്മൾ വല്ലാതെ ത്രില്ലടിപ്പിക്കേണ്ടതെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കിടിലൻ സിനിമ, ഒരു ഇടിപ്പടം തിയേറ്ററിൽ കണ്ടുവരുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ കിട്ടും. കൂടുതലൊന്നും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ നല്ലൊരു കിടിലൻ സിനിമയാണ്, നല്ലൊരു ഇടിപ്പടമാണ്. അപ്പോൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയിട്ട് കാണുക, അത് ആസ്വദിക്കുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കാണാം. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ.